അങ്ങനെതാ നമ്മുടെ ബസ്സിൽ നമ്മൾ മൂന്നാർ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ആദ്യം നമ്മൾ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊടുത്തത് അടിമാലി ജന്ന റെസിഡൻസി എന്നായിരുന്നു കേട്ടോ. മൂന്നാറിലേക്കുള്ള നമ്മുടെ എല്ലാ പാക്കേജിലും ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, DJ അങ്ങനെ എല്ലാം കൊടുക്കുന്നത്. ഈ കാണുന്നൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാം അൺലിമിറ്റഡ് ആണ് കേട്ടോ. എന്തായാലും നല്ല ഫുഡായിരുന്നു. ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല, നമ്മുടെ ബസ്സിൽ വന്ന 49 പേരുടെയും അഭിപ്രായമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളിതാ ചെറിയൊരു സർപ്രൈസ് കൊടുത്തു. വേറെ ആർക്കുമല്ല, എന്റെ ഏട്ടന്റെ മകനാണ് കേട്ടോ. അവന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വണ്ടി സൈഡ് കേക്കെല്ലാം കട്ട് ചെയ്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് അവന് കൊടുക്കുന്നുള്ളത്. എന്തായാലും അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് കുറച്ച് നേരം ഡാൻസ് ഒക്കെ കളിച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയത്. പോകുന്ന വഴിക്ക് നമ്മുടെ ബസ്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരുപാട് പേര് വീഡിയോ എടുക്കുന്നു, ഒരുപാട് പേര് കൈ കാണിക്കുന്നു. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെതാ നമ്മളിപ്പോൾ ഗാർഡനിൽ എത്തിയിട്ടുള്ളത്. റോസ് ഗാർഡൻ നമ്മൾ തന്നെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പോയിട്ട് വെറുതെ ഇനി വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ച് ബസ്സിൽ തന്നെ ഇരുന്നു ഞാൻ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് വീണ്ടും നമ്മുടെ ബസ്സിന് ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ കാണാൻ പറ്റിയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു എന്തായിരിക്കും ഞായറാഴ്ചയായിട്ട് ഇത്ര തിരക്ക് കുറവ്, എന്തായാലും സമാധാനമായിട്ട് പോയി കണ്ടുപോരാന്ന് വിചാരിച്ച് കുറച്ച് മുന്നോട്ട് എത്തിയപ്പോഴാണ് കാണുന്നത് അവിടെ തൊട്ട് ഫുൾ ബ്ലോക്ക്. സത്യം പറഞ്ഞാൽ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്താൻ 1 മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുറത്തിറങ്ങി നമ്മുടെ ബസ്സിൻ്റെ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നിൽക്കല്ലേ, അങ്ങനെ അരിച്ചരിച്ചിട്ടാണെങ്കിലും നമ്മളിതാ നേരെ മാട്ടുപ്പെട്ടി ഡാമിൽ എത്തിയിട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിതാ അടുത്തത് എക്കോ പോയിന്റിലേക്കാട്ടോ പോകുന്നത്.